Dear students, welcome to the fourth part of some basic concepts of chemistry. ഇന്ന് നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആണ്. മോൾ കൺസെപ്റ്റ് എന്നതാണ് നമ്മുടെ ഒരു പോയിന്റ്. അത് നമ്മൾ ഇത് കഴിഞ്ഞാൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പോയിന്റ് മോളിക്കുലർ മാസ് ആണ്. മോളിക്കുലർ മാസ് പേരിൽ തന്നെ മീനിങ് ഉണ്ട്. അറ്റോമിക് മാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സിമ്പിളായിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്ത് മാസ് ഓഫ് ആൻ ആറ്റം. സോ വാട്ട് വിൽ ബി ദ മോളിക്കുലർ മാസ്? ഇറ്റ് വിൽ ബി ദ മാസ് ഓഫ് എ മോളിക്യൂൾ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു ഹൗ മോളിക്യൂൾസ് ആർ ഫോംഡ്. ദേ ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. ഇപ്പം വാട്ടർ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ. What will be the molecular mass of carbon dioxide? അതിലെ ആറ്റത്തിന്റെ atomic mass ആഡ് ചെയ്യുക. So molecular mass can be calculated by adding the atomic masses of different elements present in that molecule. ആ മോളിക്യൂളിനകത്തുള്ള ആറ്റങ്ങളുടെ എല്ലാത്തിൻ്റെയും അറ്റോമിക് മാസ് ആഡ് ചെയ്താൽ നമുക്ക് മോളിക്കുലർ മാസ് ഉണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ. അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം. അറ്റോമിക് മാസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാ ആറ്റത്തിൻ്റെയും ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പറാണ് അറ്റോമിക് മാസ്. അപ്പോൾ അങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ അകത്തുള്ള എല്ലാ ആറ്റത്തിൻ്റെയും ആ ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പർ അങ്ങ് ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ് കിട്ടും. നമുക്കൊരു 2-3 എക്സാമ്പിൾസ് നോക്കാം. മോളിക്കുലർ മാസ് ഓഫ് മീഥെയ്ൻ. ഇതിനകത്ത് ഏതൊക്കെ ആറ്റംസ് ആണുള്ളത്? ഒരു കാർബൺ ആറ്റം ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആറ്റത്തിൻ്റെയൊക്കെ അറ്റോമിക് മാസ് ആഡ് ചെയ്യണം. കാർബണിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 12 ആണ്. ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാണ്? 1 ആണ്. അപ്പം 12 പ്ലസ് 4 ഹൈഡ്രജൻ ആറ്റമില്ലേ? അപ്പം 4 പേരുടെയും അറ്റോമിക് മാസ് ആഡ് ചെയ്യണം. അപ്പം 4 പേരുടെയും ആഡ് ചെയ്യുന്നതിന് പകരം 4 ഇൻറ്റു ഒരാളുടെ അറ്റോമിക് മാസ് 4 ഇൻറ്റു 1 ടോട്ടൽ ആഡ് ചെയ്ത് 16 കിട്ടും. അപ്പം മീഥെയ്ൻ്റെ മോളിക്കുലർ മാസ് 16 ആണ്. അടുത്തൊരു സിമ്പിൾ എക്സാമ്പിൾ H2O. ആറ്റംസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യാൻ നോക്കാം. 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളത് കൊണ്ട് 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം 2 ഇൻറ്റു 1 പ്ലസ് ഓക്സിജൻ അറ്റോമിക് മാസ് 16 സം ചെയ്യുമ്പോൾ 18 വരും. അമോണിയയുടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നൈട്രജനും 3 ഹൈഡ്രജനും അറ്റോമിക് മാസ് ആഡ് ചെയ്യുമ്പോൾ 14 നൈട്രജൻ്റെ. ഹൈഡ്രജൻ്റെ 1 ആണ്, പക്ഷെ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ടല്ലോ. 3 ഇൻറ്റു 1 സം ചെയ്യുമ്പോൾ 17. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു വർക്ക് ചെയ്യാൻ തരികയാണ്. സൾഫ്യൂരിക് ആസിഡ് ഫോർമുല എവിടെയുണ്ട്? H2SO4. നിങ്ങൾ അതിൻ്റെ മോളിക്കുലർ മാസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എല്ലാവരും ഒരു പേനയും ഒക്കെ എടുത്ത് ഇപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേരെ. ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. അങ്ങനെ 2 ഹൈഡ്രജൻ ആറ്റം ഈ ഫോമിലേക്ക് കാണാറുണ്ട്. സോ 2 ഇൻറ്റു 1 പ്ലസ് അടുത്ത ആറ്റം സൾഫർ ആണ്. സൾഫറിന്റെ അറ്റോമിക് മാസ് അറിയാമോ? 32 ആണ് അറ്റോമിക് മാസ്. 32 ഒരു സൾഫർ ആറ്റം അല്ലേ ഉള്ളൂ. 32 പ്ലസ് മൂന്നാമത്തെ ആറ്റം ഏതാ? ഓക്സിജൻ. അത് 4 എണ്ണം ഉണ്ട്. 4 ഇൻറ്റു ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? 16. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 2 പ്ലസ് 32 പ്ലസ് 16 ഇൻറ്റു 4 എത്രയാണ്? 64. എല്ലാം കൂടെ ആഡ് ചെയ്താലോ? 64 പ്ലസ് 32 96 പ്ലസ് 2 98 ആണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലർ മാസ്. അടുത്തത് നമുക്ക് ഗ്ലൂക്കോസ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല C12H22 ഓയിൽ ആണ്. നമുക്കതിൻ്റെ മോളിക്കുലർ മാസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. C12H22 ഓയിൽ ആണ്. 12 കാർബൺ ആറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഒരു കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് തന്നെ 12 ആണ്. അങ്ങനെ C12H22 ഓയിൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് 12 കാർബൺ ആറ്റം ഉണ്ട്. സോ 12 ഇൻറ്റു 12 കാർബണിൻ്റെ സമ്മായി പ്ലസ് അടുത്ത ഹൈഡ്രജൻ അല്ലേ, അത് 22 നമ്പേഴ്സ് അല്ലേ. 22 ഇൻറ്റു ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1.
പ്ലസ് O11 11 ഓക്സിജൻ ആറ്റമില്ലേ. അപ്പം 11 ഇൻറ്റു 16 എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാസ് C12H22O11ന്റെ മാസ് എത്ര കിട്ടി? 348. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം, ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6 ആഡ് ചെയ്തിട്ട് മോളിക്കുലർ മാസ് 6 into 12 plus 12 into 1 plus 6 into 16 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 180 നമുക്ക് കിട്ടും. ഇതാണ് മോളിക്കുലർ മാസ്. അപ്പോൾ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അറ്റോമിക് മാസിന്റെ സം എടുക്കുക. എല്ലാ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസിന്റെ സം എടുക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റോമിക് മാസിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇതേ മോളിക്കുലർ മാസ് എന്ന് പറയുന്ന സെയിം ഐഡിയ തന്നെയാണ് ഫോർമുല മാസ് എന്ന് പറയുന്നത്. ഫോർമുല മാസ് സംഭവം ഇത് തന്നെയാണ്, മോളിക്കുലർ മാസ് തന്നെയാണ്. പക്ഷെ അപ്ലൈ ചെയ്യുന്നത് അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീടേ പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് NaC അതിന് മോളിക്കുലർ ഫോർമുല. ഈ സാധനത്തിനുള്ള പ്രത്യേകത നമ്മൾ ഇതുവരെ കണ്ട മോളിക്യൂൾസിനെ പോലെ അല്ല സോഡിയം ക്ലോറൈഡ് മോളിക്യൂള്. അതിന്റെ പ്രത്യേകത ഇതാണ്, അതിനൊരു പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉണ്ട്. അങ്ങനെയുള്ള വേറെ അധികം മോളിക്യൂൾസ് ഉണ്ട്, ഒത്തിരി മോളിക്യൂൾസ് ഉണ്ട്. പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്, അങ്ങനെ കുറേ അധികം മോളിക്യൂൾസ്, ഇങ്ങനെ ചാർജ് ഉള്ള മോളിക്യൂൾസ് ഉണ്ട്. നമ്മളതിനെ അയോൺസ് എന്ന് പറയും, സോഡിയം അയോൺ എന്ന് പറയും, ഇതിനാണ് ക്ലോറൈഡ് അയോൺ എന്ന് പറയും. നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ 4ാമത്തെ ചാപ്റ്റർ അവിടെ നമ്മളിങ്ങനെ ചാർജുള്ള അയോൺസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ജസ്റ്റ് ഓർക്കുക, സോഡിയം ക്ലോറൈഡ് ഒരു മോളിക്യൂളാണ്, പക്ഷേ അതിൻ്റെ അകത്തെ പാർട്ടിക്കിൾ, ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ, ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ആൻ അയോൺ. അയോൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ചാർജുള്ള പാർട്ടിക്കിൾ. ഇവിടെയൊന്നും നമുക്ക് അങ്ങനെ ചാർജ് ഇല്ല, പക്ഷെ സോഡിയം ക്ലോറൈഡിൻ്റെ അകത്തൊരു ചാർജ് ഉണ്ട്. അങ്ങനെ ചാർജുള്ള പാർട്ടിക്കിളിൻ്റെ കേസിൽ അതിൻ്റെ മോളിക്കുലർ മാസിനെ പറ്റിയുള്ള പേരാണ് ഫോർമുല മാസ്. അപ്പോൾ നമുക്ക് ഈ സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലർ മാസിനെ മോളിക്കുലർ മാസ് തന്നെ വിളിക്കുന്നത്, പകരം വിളിക്കുന്ന പേരാണ് ഫോർമുല മാസ്. അപ്പോൾ നമുക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല മാസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23 നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ക്ലോറിൻ്റെ അറ്റോമിക് മാസ് ആവറേജ് ആണ് 35.5, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. രണ്ടു ആഡ് ചെയ്താൽ 0.5, 8, 58.5. ഇതാണ് സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ്. മോളിക്കുലർ മാസ് എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ സാധാരണ ഈ ഫോർമുല മാസ് ഉള്ള ആ ടേം ഇപ്പം പറഞ്ഞെങ്കിൽ പോലും നമ്മൾ സാധാരണ ഫ്രീക്വൻ്റ് ആയിട്ട് മോളിക്കുലർ മാസിനെ പറഞ്ഞു പോവുകയുള്ളൂ. ഫോർമുല മാസ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയില്ല. അപ്പോൾ ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ അതിൻ്റെ മോളിക്കുലർ മാസിനെ വിളിക്കുന്ന പേരാണ് ഫോർമുല മാസ്. ശരിക്കും ഫോർമുല മാസ് എന്നാണ് പറയേണ്ടത് സോഡിയം ക്ലോറൈഡിനൊക്കെ, പക്ഷേ നമ്മൾ പലപ്പോഴും അതിനെ മോളിക്കുലർ മാസ് എന്ന് വിളിച്ചു പോകുന്നു. നമ്മുടെ അടുത്ത പോയിന്റാണ് മോൾ കൺസെപ്റ്റ്. ഇത് മനസ്സിലാക്കുന്ന ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക. മോൾ കൺസെപ്റ്റ് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഐഡിയ നന്നായിട്ട് പഠിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് that are present in 12 gram of carbon 12. എന്ന് പറയുകയാണ്, number of particles as that are present in 12 gram of 6C12. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യം. നിങ്ങൾ ആ 12 gram കാർബൺ 12 എടുക്കുക, അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾ കാർബൺ ആറ്റമാണ്. അതിൻ്റെ നമ്പർ എത്രയാണെന്ന് കൗണ്ട് ചെയ്തെടുക്കുക. ആ നമ്പർ എത്രയാണോ അത് 10 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 100 ആയിക്കോട്ടെ, എത്രയെങ്കിലും ഒരു നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കാണില്ലേ, നമുക്കതിനെ 100 എന്ന് കരുതാം.
അപ്പം 100 കാർബൺ ആറ്റം കിട്ടാൻ വേണ്ടി നമുക്ക് എടുക്കേണ്ട കാർബണിന്റെ വെയിറ്റ് 12 ഗ്രാമാണ്. ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിച്ചേട്ടെ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ആസ് മെനി പാർട്ടിക്കിൾസ് ആസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ 12 ഗ്രാം കാർബൺ 12 ഗ്രാം കാർബൺ 12ന്റെ അകത്തുള്ള അത്രയും പാർട്ടിക്കിൾസിനെ കിട്ടാൻ മറ്റേത് സാധനത്തിനും എടുക്കേണ്ട വെയിറ്റിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, 12 ഗ്രാം കാർബൺ 12ന്റെ അകത്തുള്ള എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിനെ കിട്ടാൻ നമ്മൾ മറ്റേത് സാധനത്തിനും എടുക്കേണ്ട വെയിറ്റ് ആണ് 1 മോൾ എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഡസൻ എന്ന് പറയും. 1 ഡസൻ പെൻസിൽ അത് എത്രയാണ്? 12. അപ്പം 1 ഡസൻ പെൻ എന്ന് പറഞ്ഞാൽ 12 പേന കാണണം. അപ്പം 1 ഡസൻ എന്ന് പറയുന്നത് ഈ 1 മോളിനോട് ഈക്വൽ ആയിട്ട് വേണം നമുക്കൊന്ന് കരുതാം. 1 ഡസൻ പെൻസിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് 12 ആണെന്നറിയാം. അപ്പം 1 ഡസൻ പെൻ എന്ന് പറയുന്നതും 12 പെൻ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. പക്ഷെ ഇവിടെ ഈ മോൾ എന്ന് പറയുമ്പോൾ അല്പം കൂടെ വ്യത്യാസമുണ്ട്. ഈ 1 ഡസൻ അതൊരു നമ്പറാണ്, 12 ആണ് ആ നമ്പർ. അതുപോലെ തന്നെ നമുക്കൊരു നമ്പറുണ്ട്, അതാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ അവഗാഡ്രോസ് ലോ പഠിച്ചാണ് നമ്മൾ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു നമ്പർ തന്നെയാണ് 6.022 × 10⁻23. ഇതാണ് അവഗാഡ്രോസ് നമ്പർ. 12 ഗ്രാം കാർബൺ 12ന്റെ അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട്. ഒന്നൊരു ശ്രദ്ധിച്ചേക്ക, 12 ഗ്രാം കാർബൺ 12ന്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട്. ഓക്കെ, ഡെഫിനിഷൻ മോളിന്റെ ആലോചിച്ച് 1 mole is defined as the amount of substance that contains as many particles as that are present in 12 gram carbon 12. 1 mole എന്ന് പറയുന്നത് മറ്റ് ഏത് സാധനത്തിൻ്റെയും ഒരു പർട്ടിക്കുലർ വെയിറ്റ് ആണ്, മാസ് ആണ്. ആ മാസിന്റെ പ്രത്യേകത 12 ഗ്രാം കാർബൺ 12ന്റെ അകത്തുള്ള അത്രയും തന്നെ പാർട്ടിക്കിൾസ് ഇതിൻ്റെ അകത്തും കാണുന്നു. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട വെയിറ്റ് ആണ് 1 മോൾ. ഇനി നമുക്ക് ആസ് മെനി പാർട്ടിക്കിൾസ് ആസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ 12 ഗ്രാം കാർബൺ 12 എന്നുള്ളതൊക്കെ മാറ്റാം. കാരണം കൃത്യം നമുക്കതറിയാം. 12 ഗ്രാം കാർബൺ 12ന്റെ അകത്ത് ഉള്ള പാർട്ടിക്കിളിന്റെ നമ്പർ 6.022 × 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ മോളിന്റെ ഡെഫിനിഷനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 1 mole is defined as the amount of substance which contains 6.022 × 10⁻23 particles. നേരത്തെ പറഞ്ഞ ആസ് മെനി പാർട്ടിക്കിൾസ് ആസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ 12 ഗ്രാം കാർബൺ 12 എന്ന് നമ്മൾ മാറ്റി. കാരണം ഇതാണ് റീസൺ. 12 ഗ്രാം കാർബൺ 12ന്റെ അകത്ത് 6.022 × 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ അത്രയും വലിയ സെന്റൻസ് നമുക്ക് മാറ്റിയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. 1 mole is defined as the amount of substance which contains as many particles എന്നുള്ളത് മാറ്റുന്നു, which contains 6.022 × 10⁻23 elementary particles. അപ്പോൾ ഈ ഒന്ന് നോക്കി, നമ്മൾ 16 ഗ്രാം ഓക്സിജൻ എടുത്തു. അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം നമ്മൾ എണ്ണി എടുത്തു. എണ്ണി കിട്ടിയപ്പോഴേക്ക് നമുക്ക് കിട്ടിയ നമ്പർ ഇതാണ് 6.022 × 10⁻23 ഓക്സിജൻ ആറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഓഫ് ഓക്സിജൻ എത്രയാണ്? നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് the amount of substance 16 gram which contains as many particles as that are present in 12 gram carbon 12 അല്ലെങ്കിൽ which contains 6.022 × 10⁻23 elementary particle. അപ്പോൾ 16 gram ഓക്സിജൻ എടുത്തപ്പോഴല്ലേ 6.022 × 10⁻23 ഓക്സിജൻ ആറ്റംസ് കിട്ടിയത്. അപ്പോൾ 1 മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്? 16 ഗ്രാം ആണ്. അടുത്ത വേറെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ 14 ഗ്രാം നൈട്രജൻ എടുത്തപ്പോൾ അതിനകത്തും 6.022 × 10⁻23 നൈട്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പം അവഗാഡ്രോ നമ്പർ ഓഫ്
ഓഫ് നൈട്രജൻ ആറ്റം കിട്ടാൻ വേണ്ടി നമുക്ക് എടുക്കേണ്ടി വന്ന വെയിറ്റ് എത്രയാണ്? 14 ഗ്രാമാണ്. കാർബണിന് 12 ഗ്രാമാണ്, ഓക്സിജന് 16 ഗ്രാമാണ്, നൈട്രജന് 14 ഗ്രാമാണ്. അപ്പോൾ ഓരോ ആറ്റത്തിനും ആ വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്തെല്ലാം ഒരേ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ആ നമ്പർ 6.022 × 10⁻23 ആറ്റംസ് ആണ്. അപ്പം നൈട്രജൻ്റെ 1 മോൾ എത്രയാണ്? 14 ഗ്രാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? ആ കിട്ടിയ ഐഡിയ ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണ്. 1 മോൾ ഏത് സാധനം എടുത്താലും 6.022 × 10⁻23 എലമെന്ററി പാർട്ടിക്കിൾസ് അതിൻ്റെ അകത്ത് കാണും. ഞാനിവിടെ എലമെന്ററി പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മുമ്പേ എഴുതിയ എക്സാമ്പിൾ ഉണ്ടാക്കിയ ആറ്റംസ് എന്നാണ് പറയുന്നത്. എലമെന്ററി പാർട്ടിക്കിളിന്റെ 3 പോസിബിലിറ്റി ഉള്ളതിൽ ഒരു പോസിബിലിറ്റിയാണ് ആറ്റം. രണ്ടാമത്തെ പോസിബിലിറ്റി മോളിക്യൂളാണ്. മൂന്നാമത്തെ പോസിബിലിറ്റി അയോണാണ്. നമുക്ക് ഈ 3 സാധനങ്ങളെ കുറിച്ച് പരിചയമുണ്ട്. ആറ്റംസിനെ കുറിച്ച് പരിചയമുണ്ട്, മോളിക്യൂൾസിനെ കുറിച്ച് പരിചയമുണ്ട്, അയോൺസിനെ കുറിച്ച് പരിചയമുണ്ട്. അപ്പോൾ എലമെന്ററി പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എടുത്തേക്കുന്ന ആ സാധനത്തിൻ്റെ അകത്ത് സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ. ഈ ഇതിൻ്റെ അകത്ത് സ്റ്റേബിൾ ആയിട്ട് കാണുന്ന ആറ്റംസ് ആണ്. എന്നാൽ വാട്ടർ എടുത്താൽ H2O അല്ലേ വാട്ടർ. ഈ H2O എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് നമുക്ക് H2O മോളിക്യൂൾസ് ആണ് സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എലമെന്ററി പാർട്ടിക്കിൾ ഏതാ? മോളിക്യൂളാണ്. സോഡിയം ക്ലോറൈഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ ഫോർമുല ക്ലാസ് പറഞ്ഞപ്പോഴേക്കും. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ അയോൺസ് ആണുള്ള സോഡിയം അയോണും ക്ലോറൈഡ് അയോണും. അപ്പോൾ അതിൻ്റെ സ്റ്റേബിൾ പാർട്ടിക്കിൾ അയോൺസ് ആണ്. അപ്പോൾ അതിൻ്റെ എലമെന്ററി പാർട്ടിക്കിളിനെ നമ്മൾ അയോൺ എന്ന് പറയും. അപ്പോൾ ഈ എലമെന്ററി പാർട്ടിക്കിളിന് 3 പോസിബിലിറ്റി ഉണ്ട്: ആറ്റംസ്, മോളിക്യൂൾസോ അയോൺസ്. അതായത് സിമ്പിളായിട്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ എടുത്തേക്കുന്ന സാധനത്തിൻ്റെ സ്റ്റേബിൾ ഫോം ഏതാണ്? ഇവിടെയെല്ലാം നമുക്ക് ആറ്റംസ് ആണ് സ്റ്റേബിൾ ഫോം ആയിട്ട് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആറ്റംസ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ എലമെന്ററി പാർട്ടിക്കിൾ ഇവിടെ ആറ്റംസ് ആണ്. അപ്പോൾ 1 മോൾ ഏത് സാധനം എടുത്താലും അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് എലമെന്ററി പാർട്ടിക്കിളാണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഒരു പോയിന്റ്. ഇനി നിങ്ങൾ ഈ കിടക്കുന്ന മാസ് ആണ് 1 മോൾ. കാരണം ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്, അവഗാഡ്രോ നമ്പർ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾ കിട്ടാൻ എടുക്കേണ്ട മാസ് ആണ് 1 മോൾ. അപ്പം ഇതിനകത്തെല്ലാം അവഗാഡ്രോ നമ്പർ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾ അല്ലേ? അത് കിട്ടാൻ വേണ്ടി എടുത്ത മാസ് അല്ലേ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇത്. അപ്പം ഇത് ആ ഓരോന്നിൻ്റെയും 1 മോൾ ആണ്. കാർബണിന്റെ 1 മോൾ 12 ഗ്രാം ആണ്. ഓക്സിജന്റെ 1 മോൾ 16 ഗ്രാം ആണ്. നൈട്രജന്റെ 1 മോൾ 14 ഗ്രാം ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് സ്ട്രൈക്ക് ചെയ്തെടുക്കണം. ആ എമൗണ്ട് കാർബണിന് 12 ഗ്രാം 1 മോൾ, നൈട്രജന് 14 ഗ്രാം 1 മോൾ, ഓക്സിജന് 16 ഗ്രാം 1 മോൾ. ആ മാസ് നിങ്ങൾക്ക് എന്തായിട്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ തോന്നിയത്? നമ്മൾ ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ച ഒരു സാധനമുണ്ട് 12, അതിനാണ് 16 ഗ്രാം 14 ഗ്രാം. ഈ സാധനങ്ങൾ എന്തായിരുന്നു? ആറ്റത്തിന്റെ സിംബലിന്റെ ടോപ്പ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ സാധനം ഗ്രാം ആക്കി പറഞ്ഞാൽ 1 മോളായി. എന്നിട്ട് പറയാം ആറ്റത്തിന്റെ സിംബലിന്റെ റെപ്രസെന്റേഷനിൽ അതിന്റെ ടോപ്പ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന സാധനം ഗ്രാമിലാക്കി പറഞ്ഞാൽ അത് തന്നെയാണ് 1 മോൾ എന്ന് പറയുന്നത്. 12 ഗ്രാം, 16 ഗ്രാം, 14 ഗ്രാം. അപ്പൊ നമുക്ക് 1 മോളിനെ സംബന്ധിച്ച് രണ്ടാമതൊരു റിലേഷനോട് കിട്ടുകയാണ്. അത് നമുക്ക് ഇങ്ങനെ പറയാം: അറ്റോമിക് മാസ് ഇൻ ഗ്രാം. അറ്റോമിക് മാസിനെ നിങ്ങൾ ഗ്രാമിലാക്കി പറഞ്ഞാൽ മതി, അതാണ് 1 മോൾ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വേറെയും ചില ആറ്റത്തിന്റെ ഞാനൊന്ന് പറയുകയാണ്. നിങ്ങൾ അതിന്റെ 1 മോൾ എത്രയാണെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആറ്റംസ് ഇതൊക്കെയായിരുന്നു. സോഡിയം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ആണ്. യുറേനിയം നമ്മൾ പഠിച്ചായിരുന്നു, 92 ആണ്. ക്ലോറിൻ നമ്മൾ പഠിച്ചായിരുന്നു, 17 ആണ്. സോഡിയത്തിന്റെ 1 മോൾ എത്ര ഗ്രാം ആയിരിക്കണം? സോഡിയത്തിന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞാൽ മതി. ഓർക്കുന്നുണ്ടോ സോഡിയത്തിന്റെ അറ്റോമിക് മാസ്? ഇത് 23 ആണ്. അപ്പോൾ 1 മോൾ സോഡിയം കിട്ടാൻ എന്ത് ചെയ്യണം? അറ്റോമിക് മാസ് ഇൻ ഗ്രാം 23 ഗ്രാം.
അതാണ് സോഡിയത്തിന്റെ കേസിൽ 1 മോൾ. യുറേനിയം അറ്റോമിക് മാസ് ഓർക്കുന്നുണ്ടോ? 235. So what is 1 mole of uranium? It is 235 gram. What is 1 mole of chlorine? Chlorine atomic mass 35.5 ആണ്. So 1 mole of chlorine is equal to 35.5 gram. അപ്പോൾ നോക്കിയേ 1 mole എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. 1 mole is the atomic mass in gram. Also 1 mole is equal to 6.022 into 10 raised to 23 elementary particle. ഈ നമ്പറിന്റെ പേര് അവഗാഡ്രോ നമ്പർ. മോൾ കൺസെപ്റ്റ് തീരുന്നില്ല. ഇപ്പൊ നമുക്ക് ഈ രണ്ട് സിമ്പിൾ പോയിന്റ് ഒന്നുകൂടി നോക്കാം. 1 മോൾ ഏത് സാധനം എടുത്താലും അതിനകത്ത് 6.022 into 10 raised to 23 elementary particles കാണും. എലമെന്ററി പാർട്ടിക്കിൾസ് ചിലപ്പോൾ ആറ്റം ആകാം, മോളിക്യൂൾ ആകാം, അയോൺ ആകാം. ഞാൻ ഈ തന്നിരിക്കുന്ന എല്ലാ എക്സാമ്പിൾ എടുക്കും. ക്ലോറിൻ, യുറേനിയം, സോഡിയം, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, ഇതിനകത്തൊക്കെ ആറ്റംസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഈ പറയുന്ന അറ്റോമിക് മാസ് നിങ്ങൾ ഗ്രാമിലാക്കി പറഞ്ഞാൽ അത്രയും ഗ്രാമിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് കാണും. ഈ യുറേനിയം ആണെങ്കിൽ നിങ്ങൾ 235 ഗ്രാം എടുത്താൽ അതിൻ്റെ അകത്ത് 6.022 into 10 raised to 23 യുറേനിയം ആറ്റംസ് കാണും. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഇതിന്റെ കറക്റ്റ് പകുതി ഗ്രാം എടുക്കുന്നു. 235 കറക്റ്റ് പകുതി ഗ്രാം, അത് 117.5 ഗ്രാം എടുക്കുന്നത് കറക്റ്റ് പകുതിയാണ്. അതിൻ്റെ അകത്ത് എത്ര യുറേനിയം ആറ്റം കാണും? 235 ഗ്രാം 1 മോൾ അല്ലേ, അറ്റോമിക് മാസ് ആണ്. അപ്പൊ 235 ഗ്രാം 1 മോൾ ആണെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് യുറേനിയം ആറ്റം കാണും. 235 കറക്റ്റ് പകുതിയല്ലേ 117.5 ഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അത് 1 മോളിന്റെ പകുതി മോളല്ലേ, ഹാഫ് മോൾ എന്ന് പറയുന്നത്, അതിനെ ഹാഫ് മോൾ. അപ്പൊ 1 മോളിന്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് യുറേനിയം ആറ്റം ഉണ്ടെങ്കിൽ ഹാഫ് മോളിന്റെ അകത്ത് എത്ര യുറേനിയം ആറ്റം കാണുന്നു? ഇതിന്റെ പകുതി 6.022 into 10 raised to 23 divided by 2, which is 3.01 into 10 raised to 23 uranium atoms. 117.5 gram യുറേനിയത്തിൻ്റെ അകത്താണ്. ഒന്നും ഞാൻ പറയാം. 1 മോൾ എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ഇൻ ഗ്രാം ആണ്. അപ്പൊ യുറേനിയം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 235 ആണ് യുറേനിയത്തിന്റെ അറ്റോമിക് മാസ്. സോ 235 gram contains 1 mole and 1 mole contains Avogadro number of atoms. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും 235.5 gram uranium contains 6.022 into 10 raised to 23 uranium atoms. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, how many atoms are present in 117.5 gram uranium? 117.5 എന്ന് പറയുന്നത് 235 കറക്റ്റ് പകുതിയല്ലേ. 235 ഗ്രാം എന്ന് പറയുന്നത് 1 മോൾ അല്ലേ. അപ്പം 235 കറക്റ്റ് പകുതി 117.5 അകത്ത് ഹാഫ് മോൾ കാണും. 1 മോളിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് യുറേനിയം ആറ്റം കാണും. അപ്പോൾ ഹാഫ് മോളിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പറിന്റെ കറക്റ്റ് പകുതി 3.011 into 10 raised to 23 യുറേനിയം ആറ്റംസ്. നമ്മൾ ഇനി എലമെന്ററി പാർട്ടിക്കിൾ ഒന്ന് മാറ്റി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എലമെന്ററി പാർട്ടിക്കിളിന് 3 പോസിബിലിറ്റി ഉണ്ട്. ആറ്റംസ്, ആറ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, യുറേനിയം, ക്ലോറിൻ ഒക്കെ നമ്മൾ എടുത്തത്. എലമെന്ററി പാർട്ടിക്കിൾ അടുത്ത പോസിബിലിറ്റി മോളിക്യൂൾസ് ആണ്. ഇപ്പം ഞാൻ പറയുന്നില്ല മോളിക്യൂൾസ്. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ആറ്റം ആണ്. എക്സാമ്പിൾ നോക്കി H2O is a combination of atom. അമോണിയ കോമ്പിനേഷൻ ഓഫ് ആറ്റം ആണ്. ഗ്ലൂക്കോസ് കോമ്പിനേഷൻ ഓഫ് ആറ്റം ആണ്. അപ്പോൾ ഇതൊക്കെ മോളിക്യൂൾസ് ആണ്. അപ്പോൾ മോളിക്യൂൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് സാധനങ്ങളുടെയും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്ററി പാർട്ടിക്കിൾ മോളിക്യൂളാണ്. നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച്, മോളിക്യൂൾ സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്ററി പാർട്ടിക്കിൾ ആയിട്ട് വരുന്ന വേറൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ച സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ആറ്റം ആയിട്ട് കാണുന്ന, ഒന്നിൽ കൂടുതൽ ആറ്റം കാണുന്ന ഏത് സാധനവും മോളിക്യൂളാണ്. O2 മോളിക്യൂളാണ്. N2 മോളിക്യൂളാണ്. N2 എന്ന് പറയുന്നതിൻ്റെ അകത്ത്
രണ്ട് നൈട്രജൻ ആറ്റമില്ലേ? സോ ഇറ്റ്സ് എ മോളിക്യൂൾ. ഒന്നിൽ കൂടുതൽ ആറ്റം കാണുന്ന ഏതും മോളിക്യൂൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മോളിക്യൂളിന്റെ അകത്ത് എലമെന്ററി പാർട്ടിക്കിൾ മോളിക്യൂൾ. നമുക്ക് 1 mole ഓഫ് വാട്ടർ എത്ര ഗ്രാം എടുത്താൽ കിട്ടും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ ഇങ്ങനെ ആയിരുന്നല്ലോ, 1 mole is the amount of substance which contains Avogadro number of elementary particles. ഇപ്പൊ നമ്മളുടെ സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ മോളിക്യൂൾ ആയതുകൊണ്ട് നമ്മൾ ആ ഡെഫിനിഷനെ ഇങ്ങനെ മാറ്റുകയാണ്. വാട്ടറിന്റെ 1 mole എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ കിട്ടാൻ നമ്മൾ എടുക്കേണ്ട വെയിറ്റ് ആണ് വാട്ടറിന്റെ 1 mole. ഓക്കെ, നമുക്ക് പല വെയിറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു 1 ഗ്രാം എടുത്ത് നോക്കി വാട്ടർ. ഇതിനകത്തുള്ള നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് കൗണ്ട് ചെയ്തു. അവഗാഡ്രോ നമ്പർ ഉണ്ടെങ്കിൽ 1 ഗ്രാം ആണ് 1 mole. ഇല്ല, ഞാൻ ഇച്ചിരി കൂട്ടി 5 ഗ്രാം ആണ്. ഇല്ല, വളരെ കുറവാണ്. അവഗാഡ്രോ നമ്പറിനെക്കാട്ടിലും വളരെ കുറവാണ്. അപ്പൊ ഞാൻ 10 ഗ്രാം ആക്കി നോക്കി. ഇപ്പോഴും അവഗാഡ്രോ നമ്പറിനെക്കാട്ടിലും കുറവാണ്. ഞാൻ 15 ആക്കി, 15 ഗ്രാം വാട്ടർ എടുത്ത് നോക്കി. ഏകദേശം അവഗാഡ്രോ നമ്പറിനോട് ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട് ഈ 15 ഗ്രാമിൻ്റെ അകത്തുള്ള വാട്ടർ മോളിക്യൂളിന്റെ നമ്പർ. ഞാൻ 16 ആക്കി, ഇച്ചിരി അടുത്ത് വരുന്നു. 17 ഗ്രാം ആക്കി, ഇച്ചിരി അടുത്ത് വന്നു. 18 ഗ്രാം ആക്കി. കൃത്യം അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് നമുക്ക് 18 ഗ്രാം വാട്ടർ എടുത്തപ്പം കിട്ടി. ഓക്കെ, ഇനി ഞാൻ അമോണിയ 2 ഗ്രാം എടുത്തു. അവഗാഡ്രോ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾസ് ഉണ്ടോ എന്ന് നോക്കി. ഇല്ല, 1 mole ആയില്ല. 4 grams ആക്കി. അവഗാഡ്രോ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾസ് ഇല്ല, 1 mole അല്ല. 8 grams ആക്കി. ഇല്ല, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇല്ല. 16 ആക്കി. അപ്പോൾ 16 ഗ്രാം അമോണിയ എടുത്തപ്പോഴേക്കും അവഗാഡ്രോ നമ്പറിനോട് വളരെ അടുത്തെത്തിയാണ്. അപ്പോൾ ഞാൻ ഇനി 17 ഗ്രാം അമോണിയ എടുക്കും. അപ്പോൾ കൃത്യം അവഗാഡ്രോ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾസ് എനിക്ക് കിട്ടി. അപ്പോൾ 17 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1 mole. ഗ്ലൂക്കോസ് അടുത്ത് നമ്മൾ എടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? 18 ഗ്രാം വാട്ടറും 17 ഗ്രാം അമോണിയയും ഒക്കെ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് പോകും? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ വെച്ച് തോന്നുന്നുണ്ടോ? അടുത്ത ഞാൻ ഡയറക്റ്റ് ആ മാസം എഴുതുകയാണ്. ഗ്ലൂക്കോസ് ചിലരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ആ മാസം വന്ന് കാണണം. 180 ഗ്രാം എടുത്താൽ അതിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്ന് ആ മാസ് എഴുതി. നിങ്ങൾക്ക് ഇപ്പോൾ ആ മാസ് എത്രയാണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണണം. ആ മാസ് മോളിക്കുലാർ മാസ് അല്ലേ? വാട്ടറിന്റെ മോളിക്കുലാർ മാസ് 18 ഗ്രാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ എക്സാമ്പിൾസ് ആണ് എടുക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. അപ്പം 18 ഗ്രാം വാട്ടറിന്റെ മോളിക്കുലാർ മാസ് ആണ്. അപ്പം മോളിക്യൂൾ ആണ് സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ എങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് മോളിക്കുലാർ മാസ് ആണ്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് 180 ഗ്രാം ആണ്. ആ 180 ഗ്രാം എടുത്താൽ അത് 1 mole ആയി. കാരണം 180 ഗ്രാം ഗ്ലൂക്കോസിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിരുന്നു. 98 ഗ്രാം ആണ്. അപ്പം 1 mole സൾഫ്യൂരിക് ആസിഡ് കിട്ടാൻ നിങ്ങൾ എത്ര ഗ്രാം സൾഫ്യൂരിക് ആസിഡ് എടുക്കണം? 98 ഗ്രാം സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ നമുക്ക് മോളിക്യൂൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതു സാധനങ്ങളുടെയും 1 mole എടുക്കാൻ 1 mole കിട്ടാൻ നമ്മൾ എടുക്കേണ്ട മാസ് എന്ന് പറയുന്നത് ഇതാണ്, മോളിക്കുലാർ മാസ് എടുക്കുക. അത് ഗ്രാമിലാക്കി പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 1 mole. നമുക്ക് ആറ്റമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറ്റോമിക് മാസ് എടുക്കാറുണ്ട്. അതാണ് 1 mole. മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മോളിക്കുലാർ മാസ് എടുക്കണം. അതാണ് 1 mole. അപ്പം എലമെന്ററി പാർട്ടിക്കിളിന്റെ മൂന്നാമതൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ, അയോൺസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമുല മാസ് പഠിച്ചപ്പോഴേക്കും ഇത് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ മോളിക്കുലാർ മാസ് അല്ലല്ലോ എടുക്കേണ്ടത്. അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡ് പോലുള്ള സാധനങ്ങൾക്ക് ഫോർമുല മാസ് ആണ് എടുക്കേണ്ടത്. സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ് നോക്കുന്നുണ്ടോ? 58.5 ഗ്രാം. അപ്പൊ നമുക്ക് സോഡിയം ക്ലോറൈഡ് 58.5 ഗ്രാം എടുത്താൽ അത് സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ് ആണ്. അതിൻ്റെ അകത്തെ അവഗാഡ്രോ നമ്പർ ഓഫ്
sodium chloride molecules കാണും. എന്ന് വെച്ചാൽ 1 mole of sodium chloride is equal to molecular mass in gram, which is 58.5 gram. അപ്പോൾ നിങ്ങൾക്ക് 4 റിലേഷൻസ് ഉണ്ട്. 1 mole എന്ന് പറയുന്ന സാധനം സോൾവ് ചെയ്യാൻ നമുക്ക് 4 റിലേഷൻസ് ഉണ്ട്. ഒരു റിലേഷൻ ഉണ്ട്, അത് നിങ്ങൾ അവഗാഡ്രോസ് ലോയ്ക്കകത്ത് പഠിച്ച കാര്യമാണ്. നമ്മൾ അവഗാഡ്രോസ് ലോ പഠിച്ച് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. Equal volumes of all gases under the same conditions of temperature and pressure contains equal number of molecules. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഒന്ന് നോക്കുക. ഞാൻ അവിടെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് പറഞ്ഞ 10 ലിറ്റർ ഓക്സിജനും നൈട്രജനും ഹൈഡ്രജനും ഒക്കെ എടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ആ വോളിയം ഒന്നും മാറ്റുകയാണ്. ആ വോളിയം നമ്മൾ എടുക്കുന്നത് ഇപ്രാവശ്യം ഇതാണ് 22.4 ലിറ്റർ എന്നുള്ള ഒരു വോളിയം നമ്മൾ എടുക്കുകയാണ്. 22.41 10 ലിറ്ററിന് പകരം 22.414 ലിറ്റർ ഓക്സിജൻ എടുത്തു, നൈട്രജൻ എടുത്തു, നമ്മൾ ഹൈഡ്രജൻ എടുത്തു. അങ്ങനെ ഏത് ഗ്യാസ് നിങ്ങൾ എടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ക്ലോറിൻ എടുക്കുന്നു, ഏത് ഗ്യാസും എടുക്കുക. അതിൻ്റെ വോളിയം നമ്മൾ 22.414 ലിറ്റർ ആക്കി നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതിൻ്റെ ടെമ്പറേച്ചർ 273 കെൽവിൻ ആക്കി മാറ്റുന്നു. 273 കെൽവിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് 298 ആണ്. 273 കെൽവിൻ ആക്കി മാറ്റും. പ്രഷർ വ്യത്യാസമില്ല, 1 അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. ഈക്വൽ വോളിയം എടുത്തു, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ 3 ഗ്യാസ് നമ്മൾ ഈ വോളിയം എടുക്കുന്നത് 22.414 ലിറ്റർ എടുക്കുന്നു. പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആക്കുന്നു. അത് 3 ഒരേ ടെമ്പറേച്ചർ 273 കെൽവിനിൽ നമ്മൾ വെക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് അവഗാഡ്രോസ് ലോ പറയുന്നത് ഇതിന് 3 തരത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. ആ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണ്. അതിൻ്റെ നമ്പർ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരു പ്രത്യേക നമ്പർ കിട്ടും. ഇതാണ് നമ്പർ 6.022 × 10⁻23 മോളിക്യൂൾസ് ഈ കണ്ടീഷനിൽ ഹൈഡ്രജൻ്റെ അകത്തും ഓക്സിജൻ്റെ അകത്തും നൈട്രജൻ്റെ അകത്തും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അകത്തും ഏത് ഗ്യാസിൻ്റെ അകത്തും കാണും. അതുപോലെ 22.414 ലിറ്റർ നമ്മൾ വോളിയം എടുക്കുന്നു. 273 കെൽവിൻ ടെമ്പറേച്ചറിൽ 1 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ അതിനെ വെക്കുന്നു. ഈ പർട്ടിക്കുലർ കണ്ടീഷനിൽ ഏത് ഗ്യാസിൻ്റെ അകത്തും ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ആ നമ്പർ 6.022 × 10⁻23 ആയിരിക്കും. നമ്മൾ ഈ നമ്പറിൻ്റെ പേര് പറഞ്ഞ അവഗാഡ്രോ നമ്പർ എന്നാണ്. എന്തുകൊണ്ടാണ് ആ നമ്പറിൻ്റെ പേര് അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ നമ്പർ അവഗാഡ്രോസ് ലോയ്ക്കകത്തുനിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 22.414 ലിറ്റർ വോളിയം, 273 കെൽവിൻ ടെമ്പറേച്ചർ, 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ഉള്ള ഒരു ഗ്യാസ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് അതിനകത്ത് കാണില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസിൽ 1 മോൾ കാണില്ലേ? എങ്കിൽ നമ്മുടെ നാലാമത്തെ റിലേഷൻ ഇതാണ്. 1 മോൾ ഈസ് ഈക്വൽ ടു 22.414 ലിറ്റർ ഓഫ് എനി ഗ്യാസ് അറ്റ് STP. STP എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും. ഈ കണ്ടീഷൻസ് ആണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. 273 കെൽവിൻ ടെമ്പറേച്ചർ, 1 അറ്റ്മോസ്ഫിയർ പ്രഷർ. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ STP എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഗ്യാസും 1 മോൾ ഉണ്ടെങ്കിൽ അത് STP-യിലാണെങ്കിൽ ആ ഗ്യാസിന്റെ വോളിയം എപ്പോഴും 22.414 ലിറ്റർ ആയിരിക്കും. അതിനെ നമ്മൾ വേറൊരു പേര് പറയും മോളാർ വോളിയം എന്ന് പറയും. 1 മോളിന്റെ വോളിയം, മോളാർ വോളിയം. ഇതാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോൾ കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഡെഫിനിഷൻ: the amount of substance which contains as many particles as that are present in 12 gram carbon atom, or simply the amount of substance which contains 6.022 into 10⁻23 elementary particle. Elementary particle എന്ന് പറയുമ്പോൾ 3 പോസിബിലിറ്റി ഉണ്ട്. ആറ്റം ആകാം, അയോൺ ആകാം, മോളിക്യൂൾ ആകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിലേഷൻ കിട്ടി. 1 മോൾ ഈസ് ഈക്വൽ ടു 6.022 into 10⁻23 elementary particle. ആറ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് സാധനങ്ങളുടെയും 1 മോൾ കിട്ടാൻ നിങ്ങൾ അതിന്റെ അറ്റോമിക് മാസ് ഗ്രാമിലാക്കി പറഞ്ഞാൽ മതി. ഹൈഡ്രജൻ 1 ആണ് അറ്റോമിക് മാസ്. 1 ഗ്രാം എടുത്താൽ ഹൈഡ്രജൻ 1 മോളായി. കാർബൺ 12 ഗ്രാം ആണ് അറ്റോമിക് മാസ്. 12 ഗ്രാം എടുത്താൽ 1 മോളായി. ഇനി മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ മീഥെയ്ൻ CH4
H2O, ammonia, NH3, glucose, C6H12O6, H2SO4, sulfuric acid, HCl, H2O2. ഇങ്ങനെ കോമ്പിനേഷൻ ഓഫ് ആറ്റമായിട്ട് വരുന്ന ഏത് സാധനങ്ങളുടെയും മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഗ്രാമിലാക്കി പറഞ്ഞാൽ അതാണ് 1 മോൾ. നിങ്ങൾക്കൊരു 2 ഹോംവർക്ക് തരികയാണ്. HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്, അതിൻ്റെ 1 മോൾ എത്ര ഗ്രാമാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നുകൂടെ HNO3, നൈട്രിക് ആസിഡ്, HNO3, അതിൻ്റെയും 1 മോൾ എത്ര ഗ്രാമാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ അതിൻ്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ 1 മോൾ എത്രയാണെന്ന് എക്സാക്ട്ലി കിട്ടും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റിലേഷൻ മോളിക്കുലർ മാസ് ഇൻ ഗ്രാം ആണ് 1 മോൾ. ഇനി അവഗാഡ്രോസ് ലോയ്ക്കകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഐഡിയ എടുത്ത് 1 മോൾ ഗ്യാസ് 22.414 ലിറ്റർ ആയിരിക്കും അതിൻ്റെ വോളിയം. ഇപ്പോഴുള്ള STP യിൽ മാത്രമേ 22.414 ലിറ്റർ എന്നുള്ള വോളിയം കിട്ടുള്ളൂ. STP എന്ന് പറയുന്നത് 273 കെൽവിനിലും 1 atmospheric പ്രഷറിലുമാണ് STP എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ തീരുകയാണ്. താങ്ക് യു.